അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, റഹ്മത്തോടുകൂടെയാണ് ഏതൊരു കാര്യത്തെയും നാം സമീപിക്കാൻ പാടുള്ളൂ. കാരുണ്യത്തോടു കൂടെ ഏതൊരു കാര്യത്തെയും നാം സമീപിക്കാൻ പാടുള്ളൂ. നമുക്ക് കരുണയുണ്ടെങ്കിലാണ് റബ്ബ് തആല നമ്മോട് കരുണ കാണിക്കുകയുള്ളൂ. അതറിയാലോ നമുക്ക്. ആരാണോ കരുണ ചെയ്യുന്നത് അവരോടാണ് റബ്ബ് കരുണ കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു വിഷയത്തിലും കാരുണ്യം നിഴലിച്ചു നിൽക്കണം എന്നുള്ളതാണ്. അത് സംഘടനാ പ്രവർത്തനത്തിലാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും, പ്രത്യേകിച്ച് നമ്മൾ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടേണ്ട അമലുകൾ ചെയ്യുമ്പോൾ, സദഖ ചെയ്യുമ്പോൾ അതിൽ കാരുണ്യം വേണം. സദഖ കൊടുക്കുക എന്നുള്ളത് കാരുണ്യമല്ലേ? പിന്നെ എന്തിനാ അതിൽ അതെന്ന് പറഞ്ഞാൽ സദഖ കൊടുത്തതിന്റെ പേരിൽ പിന്നെ അയാളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെ ഏതൊരു ഇബാദത്തും എല്ലാ കാര്യത്തിലും സക്കാത്തിന്റെ വിഷയം എന്ത് കാര്യത്തിലും റഹ്മത്തോടെ കാരുണ്യത്തോടുകൂടെ ചിന്തിക്കുന്നിടത്താണ് നമുക്ക് വിജയമുള്ളൂ. എന്താണ് കാരണം? അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ തബാറക വ തആല കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു, എല്ലാ കാര്യത്തിലും കാരുണ്യം ഉണ്ടാകണമെന്നത് അള്ളാഹു തആല തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഇദാ ഖതൽതും, നിങ്ങൾ ഒരാളെ കൊല്ലേണ്ട സാഹചര്യം വന്നാൽ, അത്രയും നിർബന്ധമായ ഒരു സാഹചര്യം വന്നാൽ, ഫഅഹ്സിനുൽ ഖിത്ലത, കൊല്ലുന്നത് മാന്യമായിട്ട് നിങ്ങൾ കൊല്ലണം. കൈകാലുകൾ മുറിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് വികൃതമാക്കി പ്രയാസപ്പെടുത്തിയിട്ടല്ല, മാന്യമായ നിലയിൽ റഹ്മത്തോടുകൂടി നിങ്ങൾ കൊല്ലണം. ഫഇദാ ദബഹ്തും, നിങ്ങൾ അറുക്കുകയാണെങ്കിൽ, ഒരു മൃഗത്തെ അറുക്കുകയാണെങ്കിൽ, ഫഅഹ്സിനു ദബ്ഹത, നല്ല രീതിയിൽ കാരുണ്യത്തോടുകൂടി നിങ്ങൾ അറക്കണം. വെള്ളം കൊടുക്കണം അറക്കുന്നതിന് മുമ്പ്. കത്തിക്ക് നല്ല മൂർച്ചയുണ്ടാകണം. മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് മൃഗത്തെ പ്രയാസപ്പെടുത്തരുത്. ചിന്തിച്ചു നോക്കൂ. അറുക്കുന്ന, കൊല്ലുന്ന, ജീവൻ പോകുന്ന കാര്യവുമായി ബന്ധപ്പെടുമ്പോൾ പോലും അതിൽ എന്ത് വേണം? റഹ്മത്ത് വേണം. എന്തുകൊണ്ട്? ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. ഈ വാക്ക് നാം മറന്നു പോകരുത്. എല്ലാ കാര്യത്തിലും, നാം ഇടപെടുന്ന എല്ലാ കാര്യത്തിലും റഹ്മത്ത് ഉണ്ടാകണമെന്നത് അല്ലാഹു തആല തീരുമാനിച്ച കാര്യമാണ്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. ഏതൊരു കാര്യത്തെയും സമീപിക്കുമ്പോൾ കാരുണ്യത്തോടുകൂടെ സമീപിക്കാൻ പാടുള്ളൂ എന്നത് അല്ലാഹു തആല തീരുമാനിച്ച കാര്യമാണ്. മഹനികളെ, എല്ലാ മേഖലയിലും നിഴലിച്ചു നിൽക്കേണ്ടതാണ് കാരുണ്യം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. നല്ല അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വാഖിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.